കൂട്ടുകാരെ, ഹായ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഇന്നത്തെ വാക്യം യോഹന്നാൻ 14:6. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ജീവിച്ചാൽ കർത്താവിനായി, മരിച്ചാൽ കർത്താവിനായി, പ്രവർത്തിച്ചാൽ കർത്താവിനായി, ഈ ഉറച്ച തീരുമാനത്തോടെ കർത്താവിനായിട്ട് ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞ് ശോഭിച്ച അനേക മിഷണറിമാര്, നമുക്കറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള അനേകര് നമുക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ അതോർത്തോർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. അതിലൊരു വ്യക്തിയെ നമുക്കിന്ന് പരിചയപ്പെടാം. 1860-കളിൽ യൂറോപ്പിലെ ഏറ്റവും ജനനിബിഡമായ പട്ടണമായിരുന്നു ജർമ്മനി. യുദ്ധശ്രുതികൾ ലോകമെങ്ങും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന കാലം. ജർമ്മനിയിലേക്ക് കുടിയേറി പാർത്തവർ നല്ലൊരു ജീവിതത്തിന് സമൃദ്ധിക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയം. എന്നാൽ രാജ്യത്തിന്റെ നിയമം വളരെ കഠിനമായിരുന്നതിനാൽ സാധാരണക്കാർക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശവും ഇല്ലായിരുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ദേശം പോയിക്കൊണ്ടിരിക്കുമ്പോഴും യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും സന്ദേശവുമായി അനേക മിഷണറിമാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രയാണം ചെയ്തു. ഒരു നൂറ്റാണ്ടിന് മുമ്പ് ഒരു യുവ മിഷണറി ജർമ്മനിയിൽ നിന്ന് ഭാരതത്തിലെ ചെറിയ സംസ്ഥാനമായ കേരളത്തിലേക്ക് വന്നു. തൻ്റെ ചെറിയ സാഹസികമായ ജീവിതം ഭാരത മക്കൾക്ക് വളരെ പ്രയോജനം ചെയ്തു. ജർമ്മനിയിലെ ഒരു ഗ്രാമമായ സ്റ്റാംഹെയിം ഹെസ്സനിലാണ് ഹെൻറി പീറ്ററും അദ്ദേഹത്തിന്റെ ഭാര്യ എലിസബത്ത് മേയും താമസിച്ചിരുന്നത്. അവർ നെയ്ത്ത് ജോലിയിൽ ഏർപ്പെട്ടിരുന്നു. അവർ വളരെ ദരിദ്രരായിരുന്നെങ്കിലും ഭക്തിയിലും ദൈവത്തിലുള്ള വിശ്വാസത്തിലും ജീവിച്ചവരായിരുന്നു. രണ്ടാമത്തെ കുട്ടി എലിസബത്തിന്റെ ഉദരത്തില് ഉരുവായപ്പോൾ മുതൽ മാത്രമായി പ്രാർത്ഥിച്ചു. എന്താണ്? ആ കുട്ടി ദൈവത്തിന്റെ വഴികളിൽ നടക്കണമെന്ന്. 1867 നവംബർ 3 അവരുടെ ആഗ്രഹം പോലെ ഒരു ആൺകുട്ടി അവർക്ക് ജനിച്ചു. അവരുടെ പ്രാർത്ഥന പോലെ തന്നെ ദൈവവചനത്തെ അനുസരിച്ച് ജീവിക്കുന്ന കുട്ടിയായി അവൻ വളർത്തപ്പെട്ടു. ഇദ്ദേഹം ആരായിരുന്നു അറിയാമോ? അതെ, അദ്ദേഹമാണ് വോൾബ്രറ്റ് നാഗൽ, അതായത് കേരളക്കാർ സ്നേഹത്തോടെ വിളിച്ചിരുന്ന നാഗൽ സായിപ്പ്. നാഗലിന് 8 വയസ്സായപ്പോൾ നാഗലിന്റെ മാതാപിതാക്കൾ മരിച്ചു. എന്നാൽ അവനൊരു അനാഥ ബാലനായി തീർന്നു. സ്കൂളിൽ പോയി പഠിക്കുവാൻ അവന് കഴിഞ്ഞില്ല. സ്വയം പഠനമായിരുന്നു അവന്റെ ആശ്രയം. ഇങ്ങനെ ഇരിക്കെ മിസ്റ്റർ ബിൽഡേവാർ നാഗലിനെ ദത്തുപുത്രനായിട്ട് ഏറ്റെടുത്ത് വിദ്യാഭ്യാസമൊക്കെ നൽകി. അവർ ലൂതർ സഭകളുടെ അംഗങ്ങളായിരുന്നു. എന്നാൽ നാഗരും അത് തുടർന്നു. സഭയിലെ ഒരു മീറ്റിംഗ് നമ്മുടെ നാഗരും മുടക്കാറില്ല. മാത്രമല്ല, മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും ഒക്കെ അവന് വളരെ നല്ലൊരു മനസ്സവനുണ്ടായിരുന്നു. ഭക്തിയുള്ള ജീവിതം നയിക്കണമെന്ന് തൻ്റെ ആഗ്രഹം അവൻ സാധിച്ചെടുക്കുകയായിരുന്നു. അതുകൊണ്ട് വളരെ സമയമെടുത്ത് വചനം ധ്യാനിക്കും. അതങ്ങനെ സമയങ്ങളെല്ലാം വേർതിരിക്കുമായിരുന്നു. കഥാവിന് വേണ്ടി ആത്മീയ ഗാനങ്ങളെ ഉച്ചത്തിൽ പാടുമായിരുന്നു. മാത്രമല്ല, ദൈവ സ്നേഹത്തെക്കുറിച്ച് പാട്ടുകളും എഴുതുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ തൻ്റെ ഗ്രാമത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വളരെ ശക്തമായി പ്രസംഗിക്കുകയും തൻ്റെ ചുറ്റും വലിയ ആൾക്കൂട്ടവും കണ്ടു. നാഗൽ അദ്ദേഹത്തിന്റെ അടുക്കൽ നടന്നു ചെന്നു. ഒരു ചെരുപ്പൂത്തി പ്രസംഗനായി തീർന്നതാണത്. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രസംഗം അവനെ സ്പർശിച്ചു. 18 വയസ്സുള്ള നാഗൽ ആൾക്കൂട്ടത്തിന്റെ ഏറ്റവും മുന്നിലെ നിലയിലെത്തി. പ്രസംഗൻ പറയുന്നത് നന്നായി ശ്രദ്ധിച്ചു. വീണ്ടും ജനനത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചത്. നാഗലിന് ഒരു കാര്യം മനസ്സിലായി. ജീവിതത്തിൽ യഥാർത്ഥമായ ഒരു വീണ്ടും ജന്മത്തിന്റെ അനുഭവം തനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതെ, ആ പ്രസംഗം തുടർന്നു. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു. അത് മതത്തിനോ ആചാരങ്ങൾക്കോ പാപങ്ങളെ നീക്കുവാൻ കഴിയുകയില്ല.
ഇത് കേട്ടിരുന്ന നാഗലിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവർത്തനത്താൽ നാഗൽ ക്രിസ്തുവിനെ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദാനമായ രക്ഷ തന്റെ സ്വന്തമാക്കി തീർത്തു. അവർണ്ണമായ മാറ്റങ്ങൾ നാഗലിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. പ്രിയ മകനെ, മകളെ, നീ ഇതുവരെ ദൈവത്തിന്റെ പൈതലായി തീർന്നിട്ടുണ്ടോ? ദൈവത്തിന്റെ ദാനമായ രക്ഷ ലഭിച്ചിട്ടുണ്ടോ? കർത്താവ് നിന്റെ ഹൃദയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് തന്ന വിലയേറിയ വാഗ്ദത്തമാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. പ്രിയ ദൈവ പൈതലേ, നമുക്ക് ചേർന്ന് പാടാം. യേശു എൻ സ്വന്തം, ഹല്ലേലൂയ, എന്നുടെ ഭാഗ്യം ചൊല്ലിക്കൂടാ, പഴയതെല്ലാം കഴിഞ്ഞു പോ, കണ്ടാലും സർവം പുതിയതാ, എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും, എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. യേശു എൻ സ്വന്തം, ഹല്ലേലൂയ, തീർന്നു എന്നാദ്യം, നീങ്ങി എൻ്റെ ഇരുട്ടിൻ പാശം, ആറുത്തു താൻ ജീവപ്രകാശം കാണുന്നു ഞാൻ. എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും, എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും.